പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അനിയത്തിയുണ്ട് വീട്ടിൽ. അവളിതേ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ തൊലിയെല്ലാം കറുത്ത് പോയി കേട്ടോ. അപ്പോൾ രാവിലെ ആരെങ്കിലും ഏത്തയ്ക്കാപ്പം കഴിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഞാൻ ആ പഴം കറുത്ത് ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ കുരുട്ടീച്ച വരും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കീറിയിട്ടത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടേ പോകുന്ന കേട്ടോ ആദ്യം പറഞ്ഞിരുന്നത്. പെട്ടെന്ന് തന്നെ തിരികെ പോവേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് പോകണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചിക്കനും അതുപോലെ തന്നെ ബീഫും ഇരുന്ന ബീഫും എല്ലാം എടുത്ത് തട്ടി ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാനും അതുപോലെ ഉള്ള ചിക്കൻ എടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാനും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകണമെന്നായിരുന്നു അവളുടെ പ്ലാന്, പക്ഷെ അതൊക്കെ പാളിപ്പോയി. അപ്പോൾ ഇതേ ഞാൻ ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. അവൾ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു ബീഫ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള റെസിപ്പി ആയിരുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുത്തില്ല, കാരണം അവൾക്ക് വീഡിയോയിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നേ. അതുകൊണ്ട് അവളങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി സവോളയൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ട് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും ഒക്കെ ഇട്ടിട്ട് അവൾ കുക്കർ നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി. പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് അവൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി എടുത്തതൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കറിയൊക്കെ അവിടെ റെഡിയാക്കി ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തു. ദോശയൊക്കെ ചുട്ട് അവക്കും പിള്ളേർക്കും ഒക്കെ കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വരട്ടിയെടുത്തിട്ടുള്ള ബീഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ലോങ് വീഡിയോ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്ലോഡ് ആക്കാം. അപ്പോൾ നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.